ലോകരക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കി ചിന്തിക്കാം. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, നമ്മിലെ തിന്മയകറ്റി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് സന്മനസ്സുള്ളവർ എന്ന്. അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് സമാധാനം. ഈ സമാധാനം സ്വയം അനുഭവിക്കണം. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സമാധാനത്തിൽ ജീവിക്കുവാൻ അനുവദിക്കണം. ഈ രണ്ട് കാര്യങ്ങളും തുല്യ പ്രാധാന്യമർഹിക്കുന്നവയാണ്. ഇവ രണ്ടും എൻ്റെ ജീവിതത്തിൽ എങ്ങനെ നടപ്പിൽ വരുത്തുന്നു എന്ന് ആത്മശോധന ചെയ്ത് കണ്ടുപിടിക്കാം. മാത്രമല്ല, സുവിശേഷ ഭാഗ്യങ്ങളിൽ പറയുന്നു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന്. അങ്ങനെ ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തുന്നതാണ് ഈ സമാധാനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൃപ. സമാധാനം ഉണ്ടാകുവാൻ താഴെ പറയുന്ന 10 കാര്യങ്ങൾ ഈ നോമ്പ് കാലത്തും അതിനുശേഷവും നമുക്ക് ചെയ്യാം. 1. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ സമാധാനം ലഭിക്കും. 2. നമ്മുടെ സംസാരം നിയന്ത്രിച്ചാൽ നമുക്കും മറ്റുള്ളവർക്കും സമാധാനം ലഭിക്കും. 3. വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരുന്നാൽ സമാധാനം ലഭിക്കും. 4. കുറ്റം പറയാതിരുന്നാൽ സമാധാനം ലഭിക്കും. 5. നന്മകളെ കണ്ടെത്തുകയും അത് പറയുകയും ചെയ്താൽ സമാധാനം ലഭിക്കും. 6. കുടുംബാംഗങ്ങളുടെ മനസമാധാനം കെടുത്തുന്ന എന്നിലെ സ്വഭാവ രീതി ഞാൻ തന്നെ മാറ്റി ജീവിച്ചാൽ സമാധാനം ലഭിക്കും. 7. വീട്ടിൽ സന്തോഷകരമായ കാര്യങ്ങൾ സംസാരിച്ചാൽ സമാധാനം ലഭിക്കും. 8. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് സമാധാനം. അത് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ സമാധാനം ലഭിക്കും. 9. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രസിദ്ധമായ സമാധാന പ്രാർത്ഥന വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചാൽ സമാധാനം ലഭിക്കും. 10. എളിമയെന്ന പുണ്യത്തിൽ വളരുവാൻ സ്വയം ശ്രമിച്ച് എളിമയുടെ പ്രവൃത്തികൾ ചെയ്താൽ സമാധാനം ലഭിക്കും. ഈ 10 കാര്യങ്ങൾ 10 കൽപ്പന പോലെ സ്വയം സ്വീകരിച്ചാൽ സമാധാനം എന്നിലുണ്ടാകും, ഞാൻ ജീവിക്കുന്ന കുടുംബത്തിലുണ്ടാകും, എൻ്റെ കുടുംബം നിലനിൽക്കുന്ന സമൂഹത്തിലുണ്ടാകും. ഇത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കേണ്ട 10 കാര്യങ്ങളല്ല. പിന്നെയോ സ്വയം സ്വീകരിച്ചാൽ മാത്രം മതി. അങ്ങനെ സമാധാനദൂതരായി നമുക്ക് മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹപൂർവം, ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.